ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ജ്യോതിസ് വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് വറുത്തരച്ച ഒരു അടിപൊളി മീൻ റെസിപ്പിയുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, ഫ്ലെയിം ഓണാണ്. ഇതിലേക്ക് കുറച്ച് കടുക്, കുറച്ച് ഉലുവ, കുറച്ച് കറിവേപ്പില, പിന്നെ കുറച്ച് കൊച്ചുള്ളി. ഇനി നമുക്ക് ഇതെല്ലാം കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ട് വഴറ്റെടുക്കാവേ. ഒരല്പം എണ്ണയും കൂടി ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് വഴറ്റെടുക്കണം. ഇതൊരു ഗോൾഡൻ കളർ ആവുന്നത് വരെ വഴറ്റിയിട്ട് ഇതിലേക്ക് നമ്മൾ തേങ്ങ ചേർക്കണം. ഞാനിവിടെ എൻ്റെ കൈയുടെ ഒരു 2.5 പിടി തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഒരല്പം ക്വാണ്ടിറ്റി കൂടുതലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾ മീൻ അനുസരിച്ച് വേണം നിങ്ങൾ ഇതെടുക്കാനായിട്ട്. ഇനി നമുക്ക് തേങ്ങ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടിത് മിക്സാക്കി എടുക്കണം. ഒരു ഗോൾഡൻ കളർ ആവുന്നത് വരെ നമുക്കിത് ഇളക്കിയെടുക്കുക. കരിഞ്ഞു പോകാതെ നോക്കണേ. ഒരു ഗോൾഡൻ കളർ ആവുന്നത് വരെ നമുക്കിത് മിക്സാക്കി എടുക്കണം. ഓക്കെ, ഗോൾഡൻ കളർ ആയിട്ട് നമുക്ക് ഇതിലേക്ക് പൊടികളാണ് ചേർക്കേണ്ടത്. പൊടികൾ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഞാൻ 1.5 സ്പൂൺ മല്ലിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ മുളക് പൊടി 2 സ്പൂൺ എടുത്തിട്ടുണ്ട്. പൊടികളും കൂടി ഇട്ടിട്ട് നമുക്കിത് നന്നായിട്ട് മിക്സാക്കി എടുക്കണം. പൊടികളിട്ടിട്ട് ഒരു 5 മിനിറ്റ് മതി കേട്ടോ. ലോ ഫ്ലെയിമിലിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് ചൂടാറിയിട്ട് വേണം നമുക്കിത് അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഞാനിത് അരച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ മീൻ കറിക്ക് ഇടാനായിട്ട് ഞാൻ കുറച്ച് കൊച്ചുള്ളി, പച്ചമുളക്, തക്കാളി, കറിവേപ്പില, പിന്നെ പുളിവെള്ളം കൂടി ഇവിടെ ഓൾറെഡി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ചൂര മീനാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്, അത് ചെറിയ പീസാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചട്ടിയിലേക്ക് ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കൊച്ചുള്ളിയും പച്ചമുളകും തക്കാളിയും കറിവേപ്പിലയും പിന്നെ പുളിവെള്ളം കൂടി ഒഴിച്ച് അതിനോടൊപ്പം തന്നെ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പുണ്ടല്ലോ അതും കൂടി ചേർത്ത് നമുക്ക് മിക്സാക്കി എടുക്കാം. ഈ സമയത്ത് നിങ്ങൾ ഫ്ലെയിം ഓൺ ചെയ്തിടണം കേട്ടോ. പിന്നെ മിക്സിയിൽ നമ്മൾ അല്പം കൂടി വെള്ളം ഒഴിച്ച് നിങ്ങൾക്ക് ആവശ്യത്തിന് ഗ്രേവി ഒന്ന് എടുക്കാം കേട്ടോ. വെള്ളമൊക്കെ ഒഴിച്ച് ആവശ്യത്തിന് നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾക്ക് വെള്ളം ഒഴിക്കാം. പിന്നെ ഉപ്പും കൂടി ഇട്ട് നമുക്ക് മിക്സാക്കി ഇനി കറി ഒന്ന് തിളയ്ക്കുന്നത് വരെ വെയിറ്റ് ചെയ്യണം. ഞാൻ ചെയ്യുന്നത് ഈ രീതിയാണ്. കറി നന്നായിട്ടൊന്ന് തിളച്ചിട്ടാണ് മീൻ ഇടുന്നത്. കാരണം മീൻ ചെറിയ പീസായിട്ടാണ് ഞാൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പം നമുക്കിത് തിളയ്ക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കറി ഇവിടെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് മാറ്റി വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ മീൻ കഷ്ണങ്ങളോട് ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് വേവിച്ചെടുക്കണം കേട്ടോ. നന്നായിട്ട് വേവിച്ചെടുക്കുമ്പോൾ നമ്മുടെ മീൻ കറിയുടെ കളർ അങ്ങ് മാറും, നല്ലൊരു ബ്രൗൺ കളറിലായിട്ട് വരും. അപ്പോൾ നന്നായിട്ട് നമുക്ക് ഇത് വേവിച്ചെടുക്കണം. അങ്ങനെ നമ്മുടെ മീൻകറി എണ്ണ അങ്ങ് തെളിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഈ പരുവത്ത് വേണം നമുക്ക് മീൻകറി കിട്ടാനായിട്ട്. ഇനി നമുക്ക് ഈ മീൻകറിയിലേക്ക് ഇനിയും കടുക് താളിക്കണം. അപ്പം ചട്ടി ഞാൻ സൈഡിൽ ഓൾറെഡി വെച്ചിട്ടുണ്ട് കേട്ടോ. ഫ്ലെയിം ഓണാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ചട്ടിയിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ട് നമുക്ക് ഇതിലേക്ക് കടുക് ഇടാവേ. കടുക് പൊട്ടിയിട്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിന് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് കൊച്ചുള്ളിയും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് മൂപ്പിച്ച് റെഡിയാക്കി വെച്ചിരിക്കുന്ന കറിയിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഷെയർ ചെയ്യുക, ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മുടെ മീൻ കറിക്ക് ഇടാനുള്ള കടുക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് മീൻ കറിയിലേക്ക് ഒഴിക്കാം. മീൻ കറിയിലേക്ക് ഒഴിച്ച് നമുക്ക് നന്നായിട്ട് മിക്സാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ റെസിപ്പി ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഉറപ്പായിട്ട് ട്രൈ ചെയ്യുക. ഇഷ്ടമായാൽ ഷെയർ ചെയ്യുക, ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് അടിക്കുക. അടുത്ത വീഡിയോ വരെ ടാറ്റാ, ബൈ ബൈ.